പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ റാന്നിയിൽ വലിയ മഴ, അതുമൂലം വലിയ വെള്ളക്കെട്ട്, ടൗണൊക്കെ വെള്ളത്തിനടിയിലായിരിക്കുന്നു. നിരവധി കടകളിൽ, വീടുകളിൽ വെള്ളം കയറുന്നു. നിരവധി ആളുകൾ അവരുടെ താമസ സ്ഥലത്ത് ഒറ്റപ്പെടുന്ന സാഹചര്യമൊക്കെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകാം. മാർട്ടിൻ ജോസഫ് ഉണ്ട്. മാർട്ടിൻ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ? ജിൽസി, പ്രധാന വിവരം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായിട്ടുണ്ടായിരുന്ന മഴയാണ് ഇത്തരത്തിലൊരു വെള്ളപ്പൊക്കത്തിന് കാരണമായത്. ഏതാണ്ട് 391 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ ഈ പ്രദേശത്തുണ്ടായത്. ഈ ഒരു മഴയാണ് ഇത്തരത്തിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിന് കാരണമായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ കിഴക്കൻ മേഖലകളിൽ റാന്നി, കോന്നി പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട്. പല പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നിരവധി പ്രദേശത്ത് വീടുകൾ തകർന്നതായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ റാന്നി പ്രദേശത്ത്, കോട്ടാകൽ പ്രദേശത്ത് വായനശാലയ്ക്ക് സമീപം ഒരു 6 അന്യസംസ്ഥാന തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ഇവർ ജോലി ചെയ്യുന്ന പ്രദേശത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പം അവിടെ ഇവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പത്തനംതിട്ട ആദ്യ പ്രദേശങ്ങളിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടികളുമായിട്ട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉരുൾപൊട്ടലുണ്ടായിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല. പകരം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ പ്രദേശങ്ങളുണ്ടായ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള അതിരൂക്ഷമായിട്ടുണ്ടായിരുന്ന മഴയാണ് ഇപ്പോഴുണ്ടായ ഈ ഒരു സംഭവം കാരണം. ഇപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് കാണാൻ സാധിക്കും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് നിറഞ്ഞെടുത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്താണ്, റാന്നി തൊട്ടടുത്താണ് ഈ പമ്പയാർ ഉള്ളത്. അപ്പൊ ഇവിടെ നിന്നുണ്ടായിരുന്ന ആ ഒരു വെള്ളക്കെട്ടാണ്, അതായത് നദി കരകവിഞ്ഞ് ഒഴുകിയതാണ് ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു വെള്ളക്കെട്ടിന് കാരണമായി. ഇതിനൊപ്പം തന്നെ പല പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. പല പ്രദേശങ്ങളും കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വീടുകളും കടകളും കാർ വാഷ് സെന്റർ അടക്കമുള്ളവ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഏതാനും മീറ്ററുകൾ നടന്നു കഴിയുമ്പോൾ തന്നെ ഒരാൾ മുങ്ങിപ്പോകുന്ന രീതിയിലാണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ പല ആളുകളും നീന്തി വരുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ പല ഈ ഫയർഫോഴ്സിന്റെ ബോട്ടടക്കമുള്ളവ ഇറക്കിയ ആളുകൾ അപ്പുറത്തുനിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതോടൊപ്പം തന്നെ കൂടുതൽ സൗകര്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കുട്ടവഞ്ചി അടക്കമുള്ളവ ഇറക്കി ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുമുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് മൂലമുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.